ഹലോ. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എൻ്റെ ചാനൽ ഇപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്, എല്ലാവരും കാണണം, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ ഇത്രയും ഈസി ആയിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ പുറത്തുനിന്ന് വെറുതെ കാശ് കളഞ്ഞ് മേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പടങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ എടുക്കാം. പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കാം, ഗൂഗിളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ബുക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ട്രേസ് ഔട്ട് ചെയ്തെടുക്കുക. എനിക്ക് ഫോണിൽ വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഫോണിൽ നിന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ബെസ്റ്റ് വേ. ഫോണിൽ നിന്ന് ഡയറക്റ്റ് ട്രേസ് ഔട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് വരും. ഇതിപ്പം ഞാൻ ഓരോന്നായിട്ട് നോക്കിയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. വരച്ച് കഴിഞ്ഞ് നമ്മളൊരു 6 പിക്ചറാണ് എടുത്തിട്ടുള്ളത്. വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജെൽ പെൻ കൊണ്ട് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും ചെയ്യുന്നതാണല്ലേ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം, എല്ലാത്തിനും ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ജെൽ പെന്നോ അല്ലെങ്കിൽ ഫൈൻ ലൈനർ പെന്നോ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കെച്ച് പെൻസ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് അത് കുറച്ചുകൂടെ തിക്കായിരിക്കും. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഫൈൻ ലൈനർ പെൻസോ അല്ലെങ്കിൽ ഇതേപോലത്തെ ജെൽ പെൻസോ, ഞാനിപ്പോൾ ജെൽ പെന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. ജെൽ പെൻസോ ഫൈൻ ലൈനേഴ്സോ യൂസ് ചെയ്ത് ചെറുതായിട്ട് മാത്രം, അധികം തിക്നെസ് കൂട്ടാതെ ചെറുതായിട്ട് മാത്രം ഔട്ട്ലൈൻ ചെയ്യാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പടം വരയ്ക്കുമ്പോൾ ഒരുപാട് വലുതാവാതിരിക്കാൻ നോക്കുക. നിങ്ങൾ ചെറുതാക്കി വരച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്യൂട്ടും ആയിരിക്കും. അതേപോലെ സാധാ സെല്ലോ ടേപ്പിൻ്റെ അളവിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അതല്ലാന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് പോവുകയും നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ചിലപ്പോൾ അത് ഒട്ടാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എല്ലാം നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ കളർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ മഷ്റൂമിനെയാണ് നമ്മൾ കളർ ചെയ്യുന്നത്. ഞാൻ മണ്ടഭാഗം അതിൽ കണ്ട പോലെ തന്നെ റെഡ് ഉപയോഗിച്ചു. പിന്നെ താഴെ ഐ തിങ്ക് ഞാനൊരു ഓറഞ്ച് കളറോ അങ്ങനെ എന്തോ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കളർ ചെയ്യാൻ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ കളർ പെൻസിൽസ് എടുക്കാം. ലൈക്ക് വാട്ടർ കളർ പെൻസിൽസ് ഇല്ലേ, വാട്ടർ കളർ പെൻസിൽസോ അല്ലെങ്കിൽ ബ്രഷ് പെൻസിൽ പേസ്റ്റൽ കളേഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പേസ്റ്റൽ കളേഴ്സ് കുറച്ചുകൂടെ ക്യൂട്ടായിരിക്കും. ഞാനിപ്പം റെഡ് വേണ്ടതുകൊണ്ട് റെഡ് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഐസ്ക്രീമിന് ഞാൻ ഒരു ബ്ലൂ കളറാണ്, സെയിം അതിൽ കണ്ട പോലെ തന്നെ ഒരു താഴെ ഒരു ബ്ലൂ കളർ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ പേസ്റ്റൽ കളേഴ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിരിക്കും. ഒരുപാട് ഡാർക്കും ആയി പോകത്തില്ല, എന്നാൽ ഭയങ്കര ക്യൂട്ടും ആയിരിക്കും. അതുകൊണ്ട് പേസ്റ്റൽ കളേഴ്സ് ബ്രഷ് പെൻസിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്കെച്ച് പെൻസ് അഗെയിൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് പേപ്പർ ചിലപ്പോൾ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രഷ് പെൻസോ അല്ലെങ്കിൽ ബ്രഷ് പെൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ നമ്മുടെ 6 പേരെയും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് നമ്മൾ പേസ്റ്റൽ കളേഴ്സൊക്കെ വെച്ച് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി വെട്ടിയെടുക്കാം. ഓരോന്നും വെട്ടുമ്പോൾ സൂക്ഷിക്കുക, കുറച്ച് വിട്ടിട്ട് മാത്രം വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് ഷേപ്പിൽ ആ മഷ്റൂം ഇരിക്കണ അതേ ഷേപ്പിൽ ഒരിക്കലും വെട്ടിയെടുക്കരുത്. നിങ്ങൾ കുറച്ച് പേപ്പർ പുറത്തേക്ക് വിട്ടിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പർ വിട്ട് കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പെട്ടുപോകും, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സെല്ലോ ടേപ്പിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ നമ്മുടെ 6 പേരെയും നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെല്ലോ ടേപ്പിനെ തിരിച്ച് വെക്കുക. ലൈക്ക് സെല്ലോ ടേപ്പിന് ഒട്ടുന്ന ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ തിരിച്ച് വെച്ചിട്ട് ഈ സ്റ്റിക്കേഴ്സിനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഈ ഒരു രീതിയിൽ സ്റ്റിക്കേഴ്സിനെ എല്ലാ സ്റ്റിക്കേഴ്സിനും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറോ ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ എടുക്കുക. ഞാൻ ബട്ടർ പേപ്പറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ 6 സ്റ്റിക്കേഴ്സിന് ഇപ്പം ഞാൻ 2 സെല്ലോ ടേപ്പാണ് എടുത്തേക്കുന്നത്. രണ്ട് തവണ എടുത്തിട്ടുണ്ട്. അപ്പം 2 തവണ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റിക്കർ അതിൻ്റെ മണ്ടയിൽ ഒട്ടിച്ചു കൊടുക്കുക. ബട്ടർ പേപ്പറിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്റ്റിക്കർ വെച്ച സെല്ലോ ടേപ്പ് അതിൻ്റെ മണ്ടയിൽ ഒട്ടിച്ചു കൊടുക്കുക. സിമ്പിൾ അല്ലേ. ബട്ടർ പേപ്പറോ ട്രാൻസ്പെറൻറ്റോ എടുക്കാം, വേറൊന്നും എടുക്കാൻ പറ്റത്തില്ല. പേപ്പറിൽ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ പേപ്പറിൽ പറ്റില്ല. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അൺഫോർച്ചുനേറ്റ്ലി കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല, ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, വീഡിയോ ഓണായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചു നോക്കാം. താറാക്കുട്ടിനെയാണ് ഞാൻ ആദ്യം ഒട്ടിച്ചത്. സംഭവം സക്സസ് ആയിട്ടാ. ഞാനോർത്ത് സംഭവം സക്സസ് ആവൂലെന്ന്, പക്ഷേ സംഭവം സക്സസ് ആയിട്ടാ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.